പ്രവാസി ഇന്ത്യക്കാർ ഭാഗഭാക്കായ വിവാഹ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പെരുകുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയുന്നതിന് കടുത്ത നടപടികളുമായി കേന്ദ്ര ഗവൺമെന്റ് രംഗത്ത്. ഇത് പ്രകാരം ഇന്ത്യയിൽ നിന്നോ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെയോ വിവാഹം കഴിച്ചാൽ 30 ദിവസത്തിനകം രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ പോവുകയാണ്. ഈ നിയമം ലംഘിച്ചാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ പ്രവാസികൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇതു സംബന്ധിച്ച കോടതി നോട്ടീസ് അവഗണിക്കുന്ന പ്രവാസികളുടെ നാട്ടിലെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും നീക്കമുണ്ട്. ഇത്തരത്തിൽ പ്രവാസികളുടെ തട്ടിപ്പ് തടയാൻ ശക്തമായ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പുതിയ നീക്കമനുസരിച്ച് പ്രവാസികളായ പുരുഷന്മാർ വിവാഹം 30 ദിവസത്തിനകം നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന വ്യവസ്ഥയുള്ള ബിൽ തിങ്കളാഴ്ച രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്നവരുടെ പാസ്പോർട്ട് എയർപോർട്ടിൽ വെച്ച് പിടിച്ചെടുക്കാനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ സമൻസ് നൽകി കോടതി നടപടി കൈക്കൊള്ളാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പ്രവാസി ഇന്ത്യക്കാരായ പുരുഷന്മാർ ഇന്ത്യക്കാരെയോ പ്രവാസിയായ ഇന്ത്യക്കാരിയെയോ വിവാഹം ചെയ്യുന്ന സന്ദർഭം വന്നാൽ പ്രസ്തുത ബില്ലിലെ വ്യവസ്ഥകൾ അവർക്ക് ബാധകമാകുമെന്നുറപ്പാണ്. ഇന്ത്യക്കാർ തമ്മിൽ വിദേശത്ത് നടത്തുന്ന വിവാഹവും വിദേശ വിവാഹ നിയമമനുസരിച്ച് ചുമതലപ്പെടുത്തിയിട്ടുള്ള വിവാഹ ഓഫീസർ മുമ്പാകെ 30 ദിവസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ബിൽ നിഷ്കർഷിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം ഇന്ന് അവസാനിക്കാൻ പോകുന്ന വേളയിലാണ് പ്രസ്തുത ബിൽ അവതരിപ്പിച്ചതെങ്കിലും രാജ്യസഭയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നതെന്നതിനാൽ ബില്ല് നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. ദി രജിസ്ട്രേഷൻ ഓഫ് മാരേജ് ഓഫ് നോൺ ഇന്ത്യൻ ബിൽ 2019 എന്നാണ് ഈ ബിൽ അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് കോടതികൾക്ക് ഈ നിയമം ലംഘിക്കുന്ന NRIകളുടെ സ്ഥാവരവും ജംഗമവുമായ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടാകും. ഇവരെ നിയമലംഘകരുടെ ഗണത്തിൽപ്പെടുത്തി പ്രഖ്യാപിക്കുകയും ചെയ്യും. NRIകൾ ആസൂത്രണം ചെയ്യുന്ന വ്യാജ വിവാഹക്കെണിയിൽ പെട്ടുപോയ ഇന്ത്യൻ സ്ത്രീകളുടെ കേസുകൾ വേഗത്തിൽ നീക്കുന്നതിന് പുതിയ ബിൽ വഴിയൊരുക്കും. ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ യാത്രാരേഖകൾ തുടങ്ങിയവ പിടിച്ചെടുക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ദ പാസ്പോർട്ട് ആക്ടും കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറും ഭേദഗതി ചെയ്യുമെന്നാണ് ഈ ബിൽ വ്യക്തമാക്കുന്നത്. ഇതിലൂടെ കുറ്റവാളിയുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നതിനും കോടതികൾക്ക് അധികാരം ലഭിക്കും. പുതിയ ബിൽ പ്രകാരം ഒരു NRI ഇന്ത്യൻ പൗരത്വമുള്ളയാളെ വിവാഹം ചെയ്യുമ്പോൾ അത് പ്രാദേശിക നിയമങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ വിവാഹം വിദേശത്ത് വെച്ചാണ് നടക്കുന്നതെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇതിനായി നിയോഗിച്ചിരിക്കുന്ന ഓഫീസർമാരുടെ മുൻപിൽ രജിസ്റ്റർ ചെയ്യണം. NRI ഇന്ത്യയിലുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോഴും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോഴും ഈ ബില്ലിലൂടെ നിർദ്ദേശിക്കപ്പെട്ട നിയമം ബാധകമാണ്. NRI ആയ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ വിദേശ രാജ്യങ്ങളിൽ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിക്കുന്നുണ്ടെന്ന് സുഷമ സ്വരാജ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ NRIക്കാരായ പുരുഷന്മാർ ഭാര്യമാരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന പരാതികളും ലഭിച്ചു വരുന്നുണ്ട്. NRIക്കാരായ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചുവെന്ന 3328 പരാതികളാണ് ഇന്ത്യൻ സ്ത്രീകളിൽ നിന്നും 2015 ജനുവരിക്കും 2017 നവംബറിനുമിടയിൽ ലഭിച്ചതെന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വെളിപ്പെടുത്തുന്നത്.